പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് നടത്താനിരിക്കുന്ന സമരത്തിനെതിരെ പരസ്യ മറുപടിയുമായി പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന രംഗത്ത്. പ്രാദേശിക വാർത്താ ഗ്രൂപ്പിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് 4-ാം തീയതി നടക്കുന്ന സമരക്കാരോട്. കാരണം ഇപ്പോ പാവർട്ടി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നപോലെ തന്നെ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി റോഡുകളുടെ വർക്കുകൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ സെന്റ് തോമസ് റോഡ്, പാവർട്ടി സെന്റർ, കാശ്മീർ റോഡ്, പിന്നെ അതുപോലെ വെട്ടിക്കൽ മരുതിയൂർ റോഡ്, പിന്നെ ഇബ്രാഹിം മുസ്ലിയാർ റോഡ്, അതുകൂടാതെ ഒട്ടനവധി റോഡുകൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. കൂടാതെ കുറേ റോഡുകളുടെ വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഡിസംബർ ആ ഒരു സമയത്താണ് നമുക്ക് വർക്കുകൾ തുടങ്ങാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളും അതിൻ്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നടക്കാൻ പോകുന്ന സമയങ്ങളാണ്. മാർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഫണ്ടൊക്കെ ലാപ്സായി പോയി, ഫണ്ടുകൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ചെയ്യുന്ന സമരങ്ങളായാലും ആര് ചെയ്യുന്ന സമരങ്ങളായാലും ഇക്കണ്ട കാലങ്ങൾ ചെയ്യായിരുന്നു സമരങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ നമ്മൾ പദ്ധതികളും വർക്കുകളൊക്കെ നടക്കുന്ന സമയമാണ്. 4 കോടി എവിടെ ലാപ്സായി പോയി എന്ന് നമുക്കറിയില്ല. കാരണം ഇതുവരെയും പഞ്ചായത്തിൽ അങ്ങനൊരു എവിടെയും ലാപ്സായി പോയതായിട്ട് നമ്മുടെ അറിവിലില്ല. പാവർട്ടി പഞ്ചായത്തിലെ ഭൂരിഭാഗം റോഡുകളുടെയും വർക്കുകൾ തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് പറഞ്ഞു. സെന്റ് തോമസ് റോഡ്, കാശ്മീർ റോഡ്, പാവർട്ടി സെന്റർ, വെട്ടിക്കൽ മരുതിയൂർ റോഡ്, ഇബ്രാഹിം മുസ്ലിയാർ റോഡ് തുടങ്ങി എല്ലാ റോഡുകളുടെയും പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ MLA ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിൽ തുടങ്ങി ഫെബ്രുവരിയോട് കൂടിയാണ് മിക്ക റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുക. കൂടാതെ പാവർട്ടി ബസ് സ്റ്റാൻഡ് പ്രവൃത്തികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാവർക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന സമരം പ്രഹസനവും ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടാനുള്ള ശ്രമമാണെന്നും പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് പോലും ലാപ്സായി പോയിട്ടില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന പറഞ്ഞു. പാവർട്ടി പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരായി കോൺഗ്രസ് വലിയ രീതിയിൽ സമരപരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടി എന്നോണമാണ് പ്രതികരണം.